സതീശൻ മുഖ്യമന്ത്രിയായി. അപ്പം പ്രധാനമായിട്ട് കീ ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം പോലീസിൽ. അത് ഏറ്റവും ആവശ്യമാണ്. ആ സമയത്താണ് മുഖ്യമന്ത്രി തർക്കമുണ്ടാകുന്നു, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ ഇഷ്യൂ ഉണ്ടാകുന്നു. അവസാനം പോപ്പുലാരിറ്റി മാനിച്ച് ഹൈക്കമാൻഡ് സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നു. രമേശ് ചെന്നിത്തല ചോദിച്ചു വാങ്ങി, അദ്ദേഹത്തിന് ഹോം മിനിസ്ട്രി വേണം, വിജിലൻസ് വേണം. അതായത് ഒരു കഴിവില്ലാത്തൊരാൾ പൂർണ്ണമായിട്ടും ഹോം മിനിസ്ട്രി കുളമാക്കിയ ഒരു മനുഷ്യൻ വീണ്ടും അത് ചോദിച്ചു വാങ്ങി. നിങ്ങൾ ആലോചിക്കണം, രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയുടെ സമയത്ത്, മുഖ്യമന്ത്രി ആയ സമയത്ത് ഹോം മിനിസ്ട്രി മേടിച്ചിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, താക്കോൽ പോസ്റ്റ്. എന്നിട്ട് എന്താ ചെയ്തത്? ഉമ്മൻചാണ്ടിക്കെതിരെ പോലീസിനെ ഉപയോഗിച്ചും ഇന്റലിജൻസിനെ ഉപയോഗിച്ചും വൃത്തികെട്ട ഗെയിം ചെയ്തു. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്, പോലീസിനെ ഉപയോഗിച്ച് രാഷ്ട്രീയക്കാർക്ക് ഗെയിം ചെയ്യാൻ പറ്റും. 10 ദിവസം കഴിഞ്ഞില്ല രമേശ് ചെന്നിത്തല മന്ത്രിയായി. സെയിം ഡേർട്ടി ഗെയിം അയാൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കൃത്യമായിട്ടത് അറിഞ്ഞതാണ്. ഒരു അപ്പോയിൻമെന്റ് നടത്തുന്നു ഹേമേന്ദ്രൻ, കുഴപ്പമൊന്നുമില്ല, ഒരു നല്ല മനുഷ്യനാണ്, നല്ലൊരു IPS ഓഫീസറാണ്, DGP ആയിട്ട് റിട്ടയർ ചെയ്തു. അയാളുടെ പോസ്റ്റിംഗ് നടക്കുന്ന ഉറപ്പായിട്ടും മുഖ്യമന്ത്രിയുടെ സമ്മതത്തോടു കൂടിയേ പോസ്റ്റിംഗ് നടത്താൻ പറ്റത്തുള്ളൂ. എന്നിട്ടെന്തുണ്ടായി? ഇതാണ് തമാശ എന്ന് പറയുന്നത്. അതായത് രമേശ് ചെന്നിത്തല ഒരു ലിസ്റ്റ് അങ്ങ് ഉണ്ടാക്കി. കാരണം അയാൾ നേരത്തെ ഇരുന്ന സമയത്ത്, കാരണം വളരെ വർഷക്കാലം പൊളിറ്റീഷ്യനാണ്, ഹോം മിനിസ്റ്ററുമായിരുന്നു, അയാളുടെ ശിങ്കടികളെ വെച്ചു. ഇതല്ലേ ശിങ്കടികൾ എന്ന് പറയുന്ന മുഴുവനും പിണറായി വിജയൻ ഗവൺമെൻറ്റുമായിട്ട് ബന്ധമുള്ളവർ. കാരണം 10 വർഷത്തെ റിലേഷൻഷിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. ആ സേനയ്ക്കകത്തുള്ള ഉരുവപ്പെട്ട IPS ഒഫീഷ്യൽസ് മുഴുവനും സീനിയർ ആയിട്ടുള്ളവർ പിണറായിയുമായിട്ട് കണക്റ്റഡ് ആണ്. ഇലക്ഷന് മുമ്പ് ചില റീഷഫിൾ നടത്തും ഇലക്ഷൻ കമ്മീഷൻ. അവരെ കണ്ടിന്യൂ ചെയ്യാൻ, അതായത് CR വെങ്കടേഷ്, അതായത് ADGP ലോ ആൻഡ് ഓർഡർ, അങ്ങനെയുള്ള പല ആൾക്കാരെയും കണ്ടിന്യൂ ചെയ്യാനും, അതേപോലെ തന്നെ രമേശ് ചെന്നിത്തലയായിട്ടുള്ള അടുപ്പമുള്ള പലരെയും അങ്ങ് വെച്ചു. എങ്ങനെയാണ് മുഖ്യമന്ത്രിക്കും UDFന് അത് പോസിറ്റീവായിട്ട് എടുക്കാൻ സാധിക്കുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞു ഈ ലിസ്റ്റ് അക്സെപ്റ്റഡ് അല്ല. അത് പറഞ്ഞു ഘടകകക്ഷികളുമായിട്ട് ചോദിച്ചൊരു ലിസ്റ്റ് ഉണ്ടാക്കി. ആ ലിസ്റ്റ് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തു. രമേശ് ചെന്നിത്തല റിജക്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി പറഞ്ഞു ആ ലിസ്റ്റിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇവരൊരു തർക്കമായി. കാരണം രമേശിന് അയാളുടെ ആൾക്കാരെ വെച്ച് മുഖ്യമന്ത്രിക്കെതിരെ, മറ്റുള്ള ഘടകകക്ഷികൾക്കെതിരെ, അയാളെ എതിർത്തവർക്കെതിരെ, അതായത് മണ്ടൻ പണി. ഒരു മന്ത്രിസഭ അധികാരത്തിൽ കയറിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങുക,